കാരണം നെഫ്രോളജി ബുധനാഴ്ച ദിവസവും ന്യൂറോളജി ഞായറാഴ്ച ദിവസവുമാണ്. കാരണം ആകെ നൽകുന്നത് 60 OP ടിക്കറ്റാണ്. കാരണം പുലർച്ചെ 1 മണി മുതൽ ഈ പാവപ്പെട്ട കൂട്ടിരിപ്പുകാര് ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രോഗികൾ വലിയ പ്രതിസന്ധിയാണ് കാലങ്ങളായി അനുഭവിക്കുന്നത്. നെഫ്രോളജി, ന്യൂറോളജി വിഭാഗങ്ങളിലെ OP ടിക്കറ്റിന്റെ അപര്യാപ്തത വലിയ രീതിയിൽ രോഗികളെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജില്ലാ സെക്രട്ടറി അക്ബർ മീനായി നമ്മളോടൊപ്പം കൂടെയുണ്ട്. ഈ ഒരു കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എങ്ങനെയാണ് രോഗികളുടെ പ്രയാസത്തെ കുറിച്ച് താങ്കൾ സംസാരിക്കുന്നത്? അതായത് മഞ്ചേരി മെഡിക്കൽ കോളേജിനകത്ത് നെഫ്രോളജി, ന്യൂറോളജി വിഭാഗത്തിലാണ് OP ടിക്കറ്റിന് രോഗികൾ വളരെയധികം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നെഫ്രോളജി ബുധനാഴ്ച ദിവസവും ന്യൂറോളജി ഞായറാഴ്ച ദിവസവുമാണ്. കാരണം ആകെ നൽകുന്നത് 60 OP ടിക്കറ്റാണ്. കാരണം പുലർച്ചെ 1 മണി മുതൽ ഈ പാവപ്പെട്ട കൂട്ടിരിപ്പുകാര് ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം 1 മണിക്ക് വന്നാലും OP ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. കാരണം ഒരാഴ്ചയിൽ കാണിക്കണമെങ്കിൽ പിറ്റത്തെ ആഴ്ച ആ ആഴ്ചയിൽ ടിക്കറ്റ് കിട്ടാതെ വരുമ്പോൾ മാസങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു സ്ഥിതിഗതികൾ ഈ നെഫ്രോളജി വിഭാഗത്തിലുണ്ട്. കാരണം ചില രോഗികൾക്ക് വേണ്ടി ഓൺലൈനിൽ നമ്മളെ OP ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 2 മാസം കൂടുമ്പോഴേക്കാണ് OP ടിക്കറ്റ് അവർക്ക് ലഭിക്കുന്നത്. കാരണം മാസം മാസം രോഗികൾ ഡോക്ടറെ കാണിക്കേണ്ട ഒരു വിഭാഗമാണ് നെഫ്രോളജി. അപ്പൊ ഈ രോഗികൾ വളരെയധികം പ്രയാസപ്പെടുകയാണ്. കാരണം മാസത്തിൽ കാണിക്കേണ്ടത് 2 മാസം കൂടുമ്പോൾ കാണിക്കുന്നു. അതുപോലെ തന്നെ മരുന്നുകൾ 1 മാസം കുടിച്ചത് പിറ്റേ മാസവും ആ മരുന്ന് കുടിക്കേണ്ട ഒരു സ്ഥിതിഗതികളാണ്. അപ്പൊ ഈ നെഫ്രോളജി, ന്യൂറോളജി വിഭാഗത്തിൽ ആകെ നൽകുന്നത് 60 OP ടിക്കറ്റും ഇതുമൂലം രോഗികൾ വളരെയധികം ദുരിതം അനുഭവിക്കുകയാണ്. പിന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ OP ടിക്കറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ആഴ്ചയിൽ 1 ദിവസമുള്ള ഈ നെഫ്രോളജി, ന്യൂറോളജി അത് ആഴ്ചയിൽ 2 ദിവസമാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സന്ദർശന പാസിന്റെ ചാർജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിലെങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതികരണം? സന്ദർശന പാസ് എന്ന് പറയുമ്പോൾ വളരെ രസകരമായ ഒരു സംഭവമാണ്. കാരണം 2 മണി മുതൽ 3 മണി വരെ 50 രൂപ, 3 മണി മുതൽ രാത്രി 7-8 മണി വരെയൊക്കെ തോന്നുന്നുണ്ട് 20 രൂപ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരായ ജനങ്ങളാണ് അധികവും മെഡിക്കൽ കോളേജിനകത്തേക്ക് വരുന്നത്. കാരണം ഇപ്പോ ചില രോഗികളെ കാണാൻ വരുന്നവര്, അല്ലെങ്കിൽ ഇവിടെ OPയിലേക്ക് വരുന്നവര്, OPയിൽ ഡോക്ടറെ കാണിക്കാൻ വരുന്നവര്, ഇവരൊക്കെ ബസ് ഇറങ്ങി ഇങ്ങോട്ട് നടന്നു പോരുക ചെയ്യാം. അപ്പൊ ഇവിടെ 2 മണിക്ക് OP ടിക്കറ്റ് കിട്ടും എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ 2 മണിക്ക് OP ടിക്കറ്റ് കിട്ടുമെന്ന് കരുതി 2-2:30 ആകുമ്പോൾ ധൃതിയിൽ മെഡിക്കൽ കോളേജിന്റെ ഈ OP ടിക്കറ്റ് അല്ല, ഈ സന്ദർശന പാസ് 2:30 മണിക്ക് കിട്ടും എന്ന് കരുതി ഇവര് ധൃതിയിൽ നടന്ന്, പ്രായമായവരൊക്കെയുള്ള അധികവും ഹോസ്പിറ്റലിലേക്ക് കാണാൻ വരുന്നത്. കാരണം ഇവര് ധൃതിയിൽ ഈ സന്ദർശന പാസ് കൊടുക്കുന്ന അവിടെ എത്തുമ്പോൾ അവിടെ 2 മണി മുതൽ 3 മണി വരെയാണെങ്കിൽ 50 രൂപയാണ്. അപ്പോഴാണ് അവിടെ അത്ഭുതപ്പെടുന്നത്. കാരണം ഇവര് 10-20 എന്ന രൂപത്തിലാണ്, കാരണം എണ്ണിത്തിട്ടപ്പെടുത്തിയ പണവുമായിട്ടായിരിക്കും ഇവർ ഈ ഹോസ്പിറ്റലിലേക്ക് രോഗിയെ കാണാൻ വരുന്നത്. അവിടെയാണ് ഈ മണിക്കൂറുകൾ ഇടവിട്ട് 2 തരത്തിലുള്ള ചാർജുകൾ പാസിൽ വെച്ചിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അത് ആരോഗ്യവകുപ്പിൽ നമുക്ക് വന്നത്, അത് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നുള്ളതാണ്. ഇതൊക്കെ ബന്ധപ്പെട്ടവരുടെ ഇടപെടലുകൾ ഇല്ലാത്തതിന്റെ കാരണമാണ്. കാരണം തോന്നിയ രീതിയിലുള്ള ചാർജുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. 2 മുതൽ 3 വരെ 50, 3 മണി കഴിഞ്ഞാൽ 20, ഇങ്ങനെ തോന്നിയ രീതിയിലുള്ള ചാർജുകളാണ്. ഇത് സാധാരണക്കാരായ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നു. ഇതൊക്കെ പുനർപരിശോധന നടത്തണം. ഒരു നാഥനില്ലാത്തൊരു കളരി പോലെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ്. നിലവിലെ സാഹചര്യത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് നാഥനില്ലാത്ത കളരിയാണെന്നും വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് രോഗികൾ അനുഭവിക്കുന്നതെന്നും ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തണമെന്നുമുള്ള വലിയ ആവശ്യവുമായാണ് അക്ബർ മീനായി രംഗത്ത് വന്നിട്ടുള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 മഞ്ചേരി. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം.